അപ്പോൾ പുതിയൊരു കഥയുമായി ഞാൻ പിന്നെയും വന്നിരിക്കുകയാണ്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അതേപോലെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കാൻ മറന്നേക്കരുതേ. സീമന്തരേഖയിലേക്ക് അവൻ ചുവപ്പ് പടർത്തുമ്പോൾ മിത്ര മിഴികൾ ഉയർത്തി അവനെ ഒന്ന് നോക്കി. തൻ്റേതുപോലെ അവൻ്റെ മിഴികളും കലങ്ങിയിരിക്കുന്നത് കാണെ മിത്രയിൽ ചെറുതല്ലാത്തൊരു അതിശയം വിടരുന്നുണ്ടായിരുന്നു. കതിർ മണ്ഡപത്തിന് ചുറ്റും അഗ്നിസാക്ഷിയായി 7 വലയങ്ങൾ വെക്കുമ്പോൾ മിത്രയുടെ നോട്ടം അത്രയും ദേവനിൽ തന്നെയായിരുന്നു. ആഹാര സുരക്ഷ, ബലം, സമ്പത്ത്, സൗഖ്യം, സന്താനസുഖം, ആരോഗ്യം, ആത്മബന്ധം 7 വാഗ്ദാനങ്ങൾ കൊടുത്ത് അവർ വലം വെക്കുന്നത് അവസാനിപ്പിച്ച് നിൽക്കുമ്പോൾ വിവാഹത്തിന് കൂടിയവരുടെ കണ്ണുകൾ അത്രയും അവരിൽ തന്നെയായിരുന്നു. സൂര്യനും ചന്ദ്രനും ഒരുമിച്ച് ചേർന്ന പോലെ. സുന്ദരിയായിട്ടുണ്ട്. സത്യം പറയാലോ, ആദ്യം കണ്ടപ്പോൾ എനിക്കൊന്ന് തൊഴാനൊക്കെ തോന്നി. ദേവൻ അവളുടെ ചെവിക്കരികിലേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് പതിയെ പറഞ്ഞു. മിത്ര മുഖമുയർത്തി കണ്ണു കൂർപ്പിച്ചുകൊണ്ട് അവനൊരു നോട്ടം നോക്കി. ഒന്ന് പ്രശംസിച്ചതാണ് കുഞ്ഞെ, നിനക്കിഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ചെടുത്തേക്കാം. അവളുടെ കണ്ണുരുട്ടിയുള്ള നോട്ടം കണ്ടപ്പോൾ ദേവൻ മറുവശം തിരിഞ്ഞു നിന്നുപോയി. ദേവൻ്റെ ഒപ്പം പോവാൻ ഒരുങ്ങുമ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും കണ്ണുകൾ നിറഞ്ഞു വരുന്നത് മിത്ര കണ്ടു. എങ്കിലും ഒരു തുള്ളി കണ്ണുനീർ പോലും വീഴാതെ മിത്ര പിടിച്ചു നിന്നു. കൂട്ടക്കരച്ചിൽ എന്ന സമ്പ്രദായം ആ വിവാഹ ചടങ്ങിൽ നിന്ന് ഒഴിഞ്ഞു തന്നെ നിന്നു. കാർ മുന്നോട്ടെടുക്കവേ ആ കുഞ്ഞു വീടും തൊടിയുമെല്ലാം ദൂരേക്ക് മറയുന്നത് കാണെ മിത്രയുടെ നെഞ്ചൊന്നാളി. സീറ്റിൽ വെച്ചിരിക്കുന്ന കയ്യിൽ ഒന്നിൽ ദേവൻ തൊട്ടതും അപ്പോഴാണ്. ഒരിത്തിരി കരച്ചിലും ബഹളവുമെല്ലാം ആവാൻ കേട്ടോ, ദേവൻ കളിയാക്കും മട്ടിലൊന്ന് പറഞ്ഞു. മിത്ര ഒന്നും മിണ്ടിയില്ല. നീ നിന്റെ നാവ് അവിടെ ഊരി വെച്ചാണോ വെന്നെ? ഇത് കണ്ടതു മുതൽ ഇന്നരം വരെ അവൾ ഒരക്ഷരം മിണ്ടിയിട്ടില്ല എന്ന് ഓർത്തുപോയി ദേവൻ. അതിൻ്റേതായ ഒരു വീർപ്പുമുട്ടൽ അവൾക്കില്ലെങ്കിലും അവനാവോളമുണ്ട്. അത്രയൊക്കെ ചോദിച്ചിട്ടും അവൾ ഒന്നും മിണ്ടിയില്ല എന്ന് കാണെ ദേവൻ നെടുവീർപ്പോടെ പുറത്തേക്ക് നോക്കിയിരുന്നു പോയി. അവളുടെ മൗനം അവനെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നുണ്ടായിരുന്നു. സംഭവം താൻ ചെയ്തത് വല്ലാത്ത മോശം പ്രവൃത്തിയാണെന്ന് ദേവന് നന്നായിട്ടറിയാം. കൗമാരം മുതൽ ഉള്ളിൽ കൂടിയ ഇഷ്ടമാണ് ഈ അടുത്തിരിക്കുന്നവളോട്. ആ ഇഷ്ടം ദേവൻ തുറന്നു പറഞ്ഞതുമാണ്. പക്ഷെ അവൾക്ക് ദേവനെ കണ്ണിന് നേരെ കണ്ടുകൂടായിരുന്നു. എല്ലാ അടിപിടിയിലും തല്ലുകൊള്ളിത്തരത്തിലും മുൻപന്തിയിലുണ്ടായിരുന്ന ദേവനോട് അവൾക്ക് ഒട്ടും താല്പര്യം തോന്നിയില്ല എന്നതാണ് സത്യം. അവനെ സ്നേഹിച്ച അവൻ്റെ ആ പിടിവാശിയും ദേഷ്യവും എല്ലാം ആയിരിക്കും അവൻ തന്നോട് കാണിക്കുക എന്നവൾ വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ മിത്ര അവന് ഒരു വിലയും കൊടുത്തില്ല. പക്ഷെ ദേവൻ ഒതുങ്ങാൻ തയ്യാറല്ലായിരുന്നു കേട്ടോ. ദേവൻ അവളെ വിടാതെ പിന്തുടർന്നു. ഇതിനിടക്കാണ് മിത്രയുടെ അച്ഛൻ ഒരു സാമ്പത്തിക തട്ടിപ്പിൽ പെട്ടുപോകുന്നത്. സത്യസന്ധമായി മാത്രം ജീവിതം നയിച്ച അദ്ദേഹത്തിന് ആ അവസ്ഥ താങ്ങാൻ കഴിയുന്നത് ആയിരുന്നില്ല. അദ്ദേഹം അതിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ സഹായം ചോദിച്ചതാവട്ടെ ദേവനോടായിരുന്നു. തൻ്റെ സ്വാധീനവും പണവും കൊണ്ട് അവൻ ആ കുടുംബത്തെ സഹായിച്ചു. അവരെ ആത്മഹത്യയിൽ നിന്ന് കരകയറ്റുകയും ചെയ്തു. പക്ഷെ പകരമായി ദേവൻ ചോദിച്ചത് മിത്രയെ ആയിരുന്നു. അവൻ്റെ ആ ആവശ്യമാണ് ഇന്ന് ഈ വിവാഹം വരെ എത്തി നിൽക്കുന്നത്. കോവിലകത്തെ മതിൽക്കെട്ടിനുള്ളിലേക്ക് കാർ വന്ന് നിൽക്കുമ്പോൾ മിത്ര ചുറ്റുമൊന്ന് നോക്കി. ഒരിക്കൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ചുറ്റുപാടൊന്നും അന്ന് നോക്കിയിട്ടില്ലായിരുന്നു മിത്ര. അമ്മ നിലവിളക്കുമായി വരുന്നത് ദേവൻ കണ്ടു. നിറഞ്ഞ ചിരിയോടെ ആരതി ഒഴിയുന്ന അവരെ നോക്കി മിത്രയും പതിയൊന്ന് ചിരിച്ചു. പൂജാമുറിയിൽ നിലവിളക്ക് വെച്ച് തിരിയുമ്പോൾ തൊട്ടു പിന്നിൽ ദേവൻ നിൽപ്പുണ്ട്. മുകളിലാണ് റൂം, എൻ്റെ കൂടെ പോരെ? ദേവൻ അവളെ വിളിച്ചുകൊണ്ട് മുകളിലേക്ക് കയറി. മിത്ര അല്പനേരം ഒന്ന് സംശയിച്ച് നിന്നു. മുകളിലേക്ക് കയറിയപ്പോൾ 4 റൂമുകൾ കാണെ മിത്ര അല്പം സംശയിച്ച് നിന്നു. 4 റൂമുകളും അടഞ്ഞു കിടക്കുകയാണ്. പൊടുന്നനെയാണ് തൊട്ടരികിലെ മുറി തുറന്നതും അതിൽ നിന്നൊരു കൈ നീണ്ടുവന്ന് അവളെ അതിലേക്ക് വലിച്ചതും. മിത്ര ഒന്ന് ചിന്തിച്ചു തുടങ്ങും മുമ്പേ ദേവൻ അവളെ അടക്കി പിടിച്ചുകൊണ്ട് ആ ചുമരിലേക്ക് ചേർത്ത് നിർത്തിയിരുന്നു. മിത്ര ഒന്ന് കുതറാൻ ശ്രമിച്ചെങ്കിലും ദേവൻ ഒരടി മാറിയില്ല. സകല അഭ്യാസമുറകളും കയ്യിലുള്ളവളാണെന്ന ഓർമ്മ ഉള്ളതുകൊണ്ട് അവളെ സ്വല്പം കൂടി ശ്രദ്ധയോടെയാണ് ദേവൻ അടക്കി നിർത്തിയിരുന്നത്. എന്നെ വിട്. മിത്ര കണ്ണു കൂർപ്പിച്ചുകൊണ്ട് അവനെ ഒന്ന് നോക്കി. ദേവനൊന്നും മിണ്ടാതെ അവളെ നോക്കി നിൽക്കുകയാണുണ്ടായത്. ആ നോട്ടത്തിൻ്റെ ഭാവം മാറുന്നത് കാണെ അവളുടെ മിഴികൾ ഒന്ന് പിടഞ്ഞു. തൻ്റെ ബലഹീനത അവൻ അറിയരുത് എന്ന മട്ടിൽ മിത്ര മുഖം താഴ്ത്തി കളഞ്ഞു. ദേവൻ പതിയെ അവളുടെ മുഖത്തേക്കൊന്ന് ഊതി.
മിത്ര ദേഷ്യത്തോടെ അവനെ മുഖമുയർത്തിയൊന്ന് നോക്കി. അവളുടെ ഗന്ധം, നോട്ടം, ഭാവം എല്ലാം അവനെ കൊതിപ്പിക്കുന്നുണ്ടായിരുന്നു. മിത്രേ, ദേവൻ പതിയെ അവളെ ഒന്ന് വിളിച്ചു. അത്രയും പ്രണയം നിറച്ചുകൊണ്ടുള്ള ആ വിളിയിൽ തൻ്റെ അടിവയറിൽ നിന്ന് എന്തോ ഒരു മിന്നൽ കുളിർ ദേഹമൊട്ടാക്കെ പടരുന്നത് മിത്ര അറിഞ്ഞു. എത്രയൊക്കെ കണ്ടില്ലെന്ന് നടിച്ചാലും അവൻ്റെ നോട്ടങ്ങളും ഭാവങ്ങളും തന്നെ ഉള്ളാലെ എപ്പോഴൊക്കെയോ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് മിത്രയ്ക്ക് നന്നായിട്ടറിയാം. പക്ഷെ കളിപ്പാട്ടത്തിന് വാശി പിടിക്കും മുന്നേ പോലെ തന്നെ വാശി പിടിച്ച് നേടിയ അവൻ്റെ ചെയ്തി അവൾക്കൊട്ടും പൊറുക്കാൻ പറ്റുന്നില്ല എന്നതാണ് സത്യം. ഇന്ന് രാത്രി ഇരുട്ടി വെളുക്കും മുമ്പേ നീ അറിയേണ്ട ഒരു കാര്യമുണ്ട് മിത്രേ. അതൊന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ പിടിവിട്ടേക്കാം, ദേവൻ പതിയെ പറഞ്ഞു. എന്ത് കാര്യം? മിത്ര ഒരു നിമിഷം അനങ്ങാതെ നിന്നുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ദേവൻ അവളുടെ അരികിലേക്ക് ഒന്നുകൂടി ചേർന്ന് നിന്നു. ഞാൻ താലി കെട്ടിയത് അത്രയും ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെയാണ്. എനിക്കിനി നീ ഇല്ലാതെ പറ്റില്ല. വാശി ജയിക്കാൻ ചെയ്തു തുടങ്ങിയ കാര്യങ്ങളാണെങ്കിലും എപ്പോഴൊക്കെയോ ഞാൻ നിന്നെ സ്നേഹിച്ചു തുടങ്ങി എന്നതാണ് സത്യം. മിത്രയുടെ ചുണ്ടിൽ ഒരു പരിഹാസച്ചിരി വന്ന് നിറയുന്നത് ദേവൻ വ്യക്തമായി കണ്ടു. അറിയാം, ഇത് പറയുമ്പോൾ നീ ഇങ്ങനെ പരിഹസിക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷെ ഞാൻ ഇതിപ്പോൾ തന്നെ പറയാൻ ഒരു കാരണം കൂടെയുണ്ട്. മിത്ര ചോദ്യഭാവത്തിൽ അവനെ ഒന്ന് നോക്കി. നീ ഇവിടെ നിന്ന് പോവാതിരിക്കാൻ എനിക്ക് പറ്റാവുന്നിടത്തോളം ഞാൻ നിന്നെ സ്നേഹിക്കും. ഒരിക്കലും എൻ്റെ ഇഷ്ടത്തെ നീ മറ്റൊരു കണ്ണിലൂടെ കാണരുത് എന്ന് എനിക്ക് അല്പം നിർബന്ധമുണ്ട്. എനിക്ക് നിങ്ങളുടെ ആ സ്നേഹം വേണ്ടെങ്കിലോ? മിത്ര വീറോടെ ചോദിച്ചു. സ്നേഹമെല്ലാം ആരെങ്കിലും ചോദിച്ചിട്ടാണോ തരുന്നത് എൻ്റെ മിത്രയെ? ദേവനിൽ ഞൊടിയിടയിൽ ഒരു കുസൃതിച്ചിരി തെളിഞ്ഞു വന്നു. ദേവൻ അവളുടെ വലിയ കമ്മലിൽ ഒന്ന് തട്ടിക്കൊണ്ട് പതിയെ ചിരിച്ചു. അവൻ്റെ ശ്രദ്ധ മാറിയ ആ ഒരു നിമിഷം മതിയായിരുന്നു മിത്രക്ക്. ചേതൻ്റെ വാരിയലിൻ്റെ കീഴെ അവൾ ചൂണ്ടുവിരലും നടുവിരലും വളച്ചു പിടിച്ചുകൊണ്ട് അത്യാവശ്യം ശക്തിയോടെ ഒന്ന് കുത്തി. ആ ദേവൻ എരിവലിച്ചുകൊണ്ട് അവളുടെ ദേഹത്തുള്ള പിടുത്തം വിട്ടു. വേദന കൊണ്ട് ചുവന്ന മുഖം കുറിപ്പിച്ചുകൊണ്ട് അവൻ മിത്രയെ ദഹിപ്പിക്കും വിധം ഒരു നോട്ടം നോക്കി. എത്രയോ അടക്കമൊതുക്കമുള്ള പെൺപിള്ളേരെ കണ്ടിരിക്കുന്നു, എന്നിട്ടും ഈ മറുതയോടാണല്ലോ ദൈവമേ എനിക്ക് പ്രേമം തോന്നിയത്. ദേവൻ സ്വയം കുറ്റപ്പെടുത്തി പോയി. കുട്ടിക്ക് പൂജക്ക് സമ്മതാണോ? സാവിത്രി അമ്മ അന്ന് മുഖമുയർത്തി പ്രതീക്ഷയോടെ മിത്രയെ ഒന്ന് നോക്കി. ഒട്ടും അഹങ്കാരമോ ശാസനയോ ആ അമ്മയുടെ വാക്കുകളിൽ ഇല്ലെങ്കിലും എന്തുകൊണ്ടോ ആ പറയുന്ന പൂജക്ക് മുന്നിൽ നിൽക്കാൻ മിത്രക്ക് തോന്നിയില്ല. ഒന്നാമത് ഈ കൊട്ടാരത്തിലെ അംഗമാണ് താൻ എന്ന് പോലും മിത്രക്ക് മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ദേവനെ ഒരിക്കലും അന്യനായി കാണാൻ തന്നെ കൊണ്ടാവുന്നില്ലെങ്കിലും കോവിലകവുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ മിത്രക്ക് എന്തുകൊണ്ടോ വയ്യ. ക്ഷമിക്കണം, എനിക്ക് അങ്ങനെയുള്ള പൂജയിലൊന്നും പങ്കെടുത്ത ശീലമില്ല. പിന്നെ താല്പര്യമില്ലാതെ ഞാൻ ഇതൊക്കെ ചെയ്താൽ നേരായ രീതിയിൽ അതിൻ്റെ ഫലം കിട്ടിക്കൊള്ളണമെന്നുമില്ല. വിധിപ്രകാരം ദേവൻ താലി ചാർത്തിയ പെൺകുട്ടിയാണ് പൂജ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് മോളോട് പിന്നെയും ഈ കാര്യം അമ്മ ആവശ്യപ്പെട്ടത്. ദേവനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അത്ര നല്ല സമയമല്ല അവന്. അവൻ്റെ ആയുസ്സിനും ആരോഗ്യത്തിനും കൂടെ വേണ്ടിയാണ് അമ്മ ഈ പൂജ നടത്തുന്നത്. ആ അമ്മയുടെ വാക്കുകളിൽ ആശങ്ക കലർന്നു. മിത്ര അവർക്ക് മറുപടി ഒന്നും കൊടുക്കാതെ എതിരെ നിൽക്കുന്ന ദേവനെ ഒന്ന് നോക്കി. തനിക്ക് താല്പര്യമില്ലെങ്കിൽ ഒന്നും ചെയ്യണ്ടടോ എന്ന് അവൻ്റെ കണ്ണുകൾ പറയാതെ പറയുന്നുണ്ട്. മിത്ര ഒരു ദീർഘനിശ്വാസത്തോടെ തിരികെ മുറിയിലേക്ക് തന്നെ നടന്നു. ദേവൻ പിന്നെയും അരമണിക്കൂർ കഴിഞ്ഞാണ് റൂമിലേക്ക് എത്തിയത്. വാതിലടയുന്ന ശബ്ദം കേൾക്കവേ മിത്ര ഒന്ന് തിരിഞ്ഞു നോക്കി. അമ്മ എന്ത് പറഞ്ഞു? മിത്ര അല്പം ആശങ്കയോടെ അവനോട് ചോദിച്ചു. പൂജയുടെ കാര്യം തന്നെ എങ്ങനെയെങ്കിലും പറഞ്ഞ് സമ്മതിപ്പിക്കാമോ എന്ന് ചോദിച്ചു. ദേവൻ നേരത്തെ ഒരു ചിരിയോടെ ബെഡിലേക്ക് ഇരുന്നു കൊണ്ട് പറഞ്ഞു. എന്നിട്ട് സാറെന്ത് മറുപടി പറഞ്ഞു? മിത്ര ഒറ്റപ്പുരികമുയർത്തി. മിത്ര തീരുമാനിച്ചതാണെന്ന് പറഞ്ഞു. എന്നെക്കൊണ്ട് അത് പറഞ്ഞു തിരുത്താൻ പറ്റില്ലെന്ന് പറഞ്ഞു. ദേവൻ കൈമലർത്തി. മിത്രക്ക് ചെറുതായി ചിരി വന്നു അവൻ്റെ ആ പറച്ചിലിൽ. എന്തിനുള്ള പൂജയാണ്? വർഷാവർഷം നടക്കാറുണ്ടോ? മിത്ര എടുത്തു ചോദിച്ചു. ആർക്കറിയാം കുഞ്ഞെ, ഞാൻ ഇങ്ങനത്തെ കാര്യത്തിൽ ഒന്നും ഇടപെടാറില്ല. പിന്നെ ഈ പൂജ നടന്നില്ലെങ്കിൽ എൻ്റെ ജീവന് തന്നെ ആപത്താണെന്നോ ഞാൻ തട്ടിപ്പോവുമെന്നോ അങ്ങനെയൊക്കെയാണ് അമ്മ പറയുന്നത്. ദേവൻ അവളെ ഒന്ന് ഇടം കണ്ണിട്ട് നോക്കി. തൻ്റെ ജീവൻ ആപത്താണെന്ന് എല്ലാം പറഞ്ഞ അവൾ പൂജക്ക് സമ്മതം മൂളിയാലോ എന്നൊരു തോന്നലുണ്ടവന്. അങ്ങനെ പെട്ടെന്നൊന്നും തീർന്നു പോകുന്ന ഇനമല്ലെന്ന് പറയായിരുന്നില്ലേ അമ്മയോട്? മിത്ര അല്പം പരിഹാസത്തോടെ അവനോട് ചോദിച്ചു. ആ ബെസ്റ്റ്.
എൻ്റെ പൊന്നു പെണ്ണെ, സാധാരണ ഭർത്താവ് തട്ടിപ്പോവും പറഞ്ഞാൽ ഭാര്യമാർ ഇങ്ങനെയൊന്നുമല്ല പ്രതികരിക്കുക. നീ സമയം കിട്ടുമ്പോൾ ഏതെങ്കിലും സീരിയലുകൾ കുത്തിയിരുന്ന് കാണ്. എന്തിന്? മിത്ര പതിയെ ചോദിച്ചു. അല്ല, പതിവ്രതയായ ഭാര്യ പദവി എന്താണെന്ന് മനസ്സിലാവാൻ. അതിന് നിങ്ങളെ ഞാൻ ഭർത്താവായി കണ്ടിട്ട് വേണ്ടേ? മിത്ര ചുണ്ടൊന്നു കൂട്ടി. ദേവൻ മറുപടി പറയാതെ അവളെ തന്നെ നോക്കി. ഈ ജന്മം നമ്മൾ തമ്മിൽ ഭാര്യയും ഭർത്താവുമായി ഒത്തുപോകുമെന്ന് നിങ്ങൾ സ്വപ്നം പോലും കാണണ്ട. ഇന്നോ നാളെയോ വേർപിരിയുമെന്ന് കരുതി തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. അങ്ങനെയുള്ള നിങ്ങൾക്ക് വേണ്ടി പൂജ ചെയ്യേണ്ട കാര്യം എനിക്കെന്താ? മിത്ര എടുത്തെടുത്ത് പോലെ ചോദിച്ചു. എനിക്കെന്തെങ്കിലും പറ്റിയാ? നിനക്കൊന്നുമില്ലേ? ദേവൻ മറുചോദ്യം ചോദിച്ചു. എന്നും എൻ്റെ ശത്രുക്കളുടെ സ്ഥാനത്ത് നിങ്ങളുടെ പേരുണ്ടാവും ദേവൻ. അത്രമാത്രം എന്നെ ദ്രോഹിച്ചില്ലേ എന്ന് കരുതി നിങ്ങളങ്ങ് മരിച്ചു പോയിരുന്നെങ്കിൽ എന്ന് ഞാൻ ഒരിക്കലും ചിന്തിക്കില്ല. അത് നിങ്ങളോട് എന്തെങ്കിലും തരത്തിലുള്ള താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല, മനുഷ്യനാണല്ലോ എന്ന പരിഗണന കൊണ്ട് മാത്രമാണ്. മിത്ര പറഞ്ഞു നിർത്തുമ്പോൾ എന്തുകൊണ്ടോ ഉള്ളിലൊരു നീറ്റൽ തോന്നി ദേവന്. അതുകൊണ്ടായിരിക്കും അവൻ 1-2 നിമിഷം മൗനമായതും. എന്താണ് പെട്ടെന്ന് കൊച്ചു തമ്പുരാൻ്റെ മിണ്ടാട്ടം നിന്നത്? മിത്ര അവനെ സൂക്ഷിച്ചൊന്ന് നോക്കി. മിത്രക്ക് മനസ്സിലായി താൻ പറഞ്ഞത് അവനെ വേദനിപ്പിച്ചിട്ടുണ്ടെന്ന്. കൊണ്ടു, ദേ ഇവിടെ കൊണ്ടു. ഒറ്റക്കണ്ണടച്ച് തൻ്റെ ഇടത് നെഞ്ചിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ദേവൻ പതിയെ ചിരിച്ചു. കൊള്ളണമല്ലോ, എനിക്കും എന്തോരം കൊണ്ടിരിക്കുന്നു. മിത്രയും അതേ താളത്തിൽ മറുപടി പറഞ്ഞു. സോറി, ദേവൻ ചുണ്ടു ചുളുക്കിക്കൊണ്ട് പറഞ്ഞു. യോ, അടിയനോട് അങ്ങനെയൊന്നും പറയല്ലേ തമ്പ്ര, അങ്ങയുടെ തലക്കനം കുടഞ്ഞു പോയില്ലേ? മിത്രയും വിട്ടുകൊടുത്തില്ല. നിന്റെ കാലു പിടിച്ച് മാപ്പ് പറയാൻ പോലും ഈ കൊച്ചു തമ്പുരാന് മടിയില്ല കുഞ്ഞെ. ദേവൻ ഒരു ചിരിയോടെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. മിത്ര അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. പറയട്ടെ? എന്ത്? കാലു പിടിച്ച് മാപ്പ് പറയട്ടെ? ദേ, എൻ്റെ കാലിലെങ്ങാനും പിടിച്ചാലുണ്ടല്ലോ മർമ്മം നോക്കിയൊരു കുത്തങ്ങ് തരും ഞാൻ. യോ, നീ എന്നെ അങ്ങനെ വല്ലാതെ പേടിപ്പിക്കാതടി. എനിക്ക് തൊടണമെന്ന് തോന്നിയാൽ ഞാൻ തൊട്ടിരിക്കും. പറയുന്നതിനൊപ്പം തന്നെ ദേവൻ അവളെ പൊക്കിയെടുത്ത് കട്ടിലേക്ക് ഇട്ടിരുന്നു. അപ്രതീക്ഷിതമായതുകൊണ്ട് മിത്രക്ക് പെട്ടെന്ന് അത് തടയാൻ സാധിച്ചില്ല. അവളൊന്ന് കുതറി മാറും മുമ്പേ മിത്രയുടെ കാൽ രണ്ടും കൂടെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ദേവൻ ആ കാലിലേക്ക് മുഖം പൂഴ്ത്തിയിരുന്നു. വെളുത്ത കാൽപാദങ്ങൾക്കടിയിൽ അപ്രതീക്ഷിതമായി അവൻ്റെ ചുണ്ട് ചേർന്നപ്പോൾ മിത്ര ഒന്നാകെ ഒന്ന് പൂത്തുലഞ്ഞുപോയി. കൈകൊണ്ട് അവനെ തള്ളി മാറ്റാൻ ശ്രമിക്കുമ്പോഴും ദേവൻ അവളുടെ ദേഹത്തേക്ക് അങ്ങ് പടർന്നു കയറിയിരുന്നു. അവൻ്റെ ശരീരത്തിൻ്റെ 3/4 ഭാരവും തൻ്റെ ദേഹത്താണെന്ന് മിത്രക്കും അറിയാനുണ്ടായിരുന്നു. തൻ്റെ ദേഹത്തിന് കീഴെ ഞെരിഞ്ഞ് അമരുന്ന മൃദുലത തിരിച്ചറിയവേ അവൻ്റെ സിരയിലും രക്തയോട്ടം കൂടുന്നുണ്ടായിരുന്നു. എന്നിങ്ങനെ ഓരോന്ന് പറഞ്ഞ് പ്രകോപിപ്പിച്ച് വഴി തെറ്റിച്ച് നീ അടങ്ങുമല്ലേ? ദേവൻ അവളുടെ നെറ്റിയിൽ പതിയെ ചുണ്ട് ചേർത്തു. ദേവൻ. മിത്ര ശാസനയോടെ അവനെ നോക്കി. ദേവൻ ഒരു കുസൃതി ചിരിയോടെ അടുത്ത ചുംബനം ആ മൂക്കിൻ തുമ്പിൽ കൊടുത്തു. അവിടെ നിന്നും തൻ്റെ ചുണ്ടിലേക്ക് ഒഴുകിയിറങ്ങുന്ന അവൻ്റെ ശ്വാസം മിത്ര ഒരു വിറയലോടെ തിരിച്ചറിഞ്ഞു. ദേവൻ. നേരത്തെ ശാസന ഇല്ല ഇപ്പോൾ ആ വിളിയിൽ. പതർച്ചയാണ് പകരം. കാറ്റുപോലെ ആ സ്വരം ചെവിയിൽ വന്ന് വീഴവേ ദേവൻ മുഖമുയർത്തി അവളെ ഒന്ന് നോക്കി. നീ എന്നെ തടയുന്നതാണോ അതോ എന്നെ ക്ഷണിക്കുന്നതാണോ? നിജമാ തെരിയാതെ പൊണ്ടാട്ടി. കുസൃതി ചിരിയോടെ പറയുന്നവനെ മിത്ര കണ്ണുകൂർപ്പിച്ചു നോക്കി. ഞാൻ തടഞ്ഞത് തന്നെയാ. അവൻ പതിയെ അവളുടെ ദേഹത്തു നിന്ന് എഴുന്നേറ്റ് മാറി. ഇങ്ങനെയൊക്കെ തടയാവോ? എൻ്റെ പിടി വിട്ടു പോകത്തില്ലേ? ദേ, വേണ്ടാത്തതെല്ലാം കാണിച്ചിട്ട് എന്നെ ദേഷ്യം പിടിപ്പിച്ചാലുണ്ടല്ലോ. മിത്ര അവന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. ദേവൻ ആ വിരൽ തുമ്പിൽ ഞൊടിയിടയിൽ ചുണ്ടൊന്ന് ചേർക്കവേ മിത്ര കൈ പിൻവലിച്ച് കളഞ്ഞു. നിന്നെ പഞ്ഞിക്കെട്ടുകൊണ്ടുണ്ടാക്കിയതാണോ മിത്രേ? അഴകളവുകളിൽ കണ്ണുകൾ കൊണ്ട് തൊട്ടൊഴിഞ്ഞ് അവൻ ചോദിക്കവേ മിത്ര ഒട്ടും ആലോചിക്കാതെ ചൂണ്ടുവിരൽ പിണച്ചു പിടിച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞ മർമ്മത്തിലേക്ക് ഒരു കുത്തങ്ങ് കൊടുത്തിരുന്നു. യോ, അവൻ ഉറക്കെ നിലവിളിച്ചു പോയി. കൊല്ലുവോ കുട്ടിപ്പിശാശെ? ഇനി ദേഹത്ത് തൊട്ടാ ഇനിയും കിട്ടും. അതിന് ഞാൻ നേരാവിധം ഒന്നും ചെയ്തിട്ടിട്ട് പോലുമില്ലല്ലോ. ഇനി എന്തൊക്കെ ചെയ്യാൻ കിടക്കുന്നു, എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടെന്നോ ഉള്ളി, എന്തോരു സങ്കല്പങ്ങളുണ്ടെന്നോ. എൻ്റെ സങ്കല്പങ്ങളിലുള്ള മിത്രക്ക് ഇതുപോലെയുള്ള ഭാവങ്ങളൊന്നുമല്ല കേട്ടോ. കാറ്റുപോലെ പറയുന്നവനെ നോക്കി മിത്ര ഉമിനീർ വിഴുങ്ങി നിന്ന് പോയി. എങ്ങനെ ഈ സാധനത്തിനോട് പടപൊരുതി ഈ വീട്ടിൽ നിൽക്കുമെന്ന് ആലോചിച്ചു പോയി അവൾ. പിറ്റേന്ന് അമ്പലത്തിൽ പോകാൻ വേണ്ടി തിരക്കിട്ട് കുളി കഴിഞ്ഞിറങ്ങിയതാണ് അവൾ. ബാത്റൂമിൻ്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയതും ശക്തിയോടെ ദേവൻ അവളെ പുണർന്നുകൊണ്ട് ബാത്റൂമിൻ്റെ ഉള്ളിലേക്ക് തന്നെ തിരികെ കയറിയിരുന്നു.
1-2 നിമിഷം വേണ്ടി വന്നു മിത്രയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ. എന്താ ഇത്? മിത്ര അവനെ കൂർപ്പിച്ചൊന്ന് നോക്കി. ഒന്ന് കുളിക്കണം. താൻ കുളിച്ചോ? അതിന് ഞാൻ എന്തിനാ? മിത്രക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. തനിച്ചു കുളിക്കാൻ ഒരു രസമല്ല. നീ കൂടെ ഉണ്ടെങ്കിൽ ഒരോളായേനെ, അവൻ കുസൃതി ചിരിയോടെ പറഞ്ഞു. അവളുടെ മിഴികൾ ആ ചിരിയിലൊന്ന് ഉടക്കി. തനിക്കും താല്പര്യമുണ്ടെന്ന് തോന്നുന്നു. എതിർക്കുന്നതൊന്നും കാണുന്നില്ലല്ലോ. അവനിൽ അപ്പോഴുമുണ്ട് മങ്ങാതെ ആ ചിരി. എനിക്കത്തരത്തിലുള്ള ഒരു ആഗ്രഹവുമില്ല. മിത്ര കൈകൾ നെഞ്ചിൽ കെട്ടി നിന്ന് അവനെ പുച്ഛിച്ചു വിട്ടു. ഉറപ്പാണോ? അതെ. എന്നാലേ എനിക്കുണ്ട്. പറയുന്നതിനൊപ്പം തന്നെ അവൻ കൈയെത്തിച്ച് ഷവർ ഓൺ ചെയ്തിരുന്നു. എന്താ ഇത്? അവൾ കുതറാൻ ശ്രമിച്ചപ്പോഴേക്കും ദേവൻ അവളെ ബലമായ ചുമരിലേക്ക് ചേർത്ത് നിർത്തിയിരുന്നു. ഇരുവരുടെയും തലവഴി വെള്ളം ഒഴുകിയിറങ്ങുന്നുണ്ടായിരുന്നു. മിത്രയുടെ നെറ്റിയിലൂടെ ഊർന്ന് നാസികത്തുമ്പിലൂടെ അധരങ്ങളിലേക്ക് ഒഴുകുന്ന വെള്ളത്തിനൊപ്പം അവൻ്റെ കണ്ണുകളും ഒഴുകിയിറങ്ങി. തമാശ പോലെ ചെയ്തതാണെങ്കിലും ആ ഒരു അവസ്ഥയിൽ ദേവൻ്റെ പിടിവിട്ടു പോകുന്നുണ്ടായിരുന്നു. ദേവൻ അവളിലേക്ക് ഒന്നുകൂടെ അടുത്തു. നിശ്വാസങ്ങളുടെ ദൂരം മാത്രം അധരങ്ങൾ തീർത്തിട്ടും അവൾ തന്നിൽ നിന്നും പിടഞ്ഞു മാറാതെ നിൽക്കുന്നത് കാണെ ദേവൻ സ്വയം മറന്നു പോകുന്നുണ്ടായിരുന്നു. എപ്പോഴോ ബോധം വന്നപ്പോൾ മിത്ര അവൻ്റെ മുഖത്തേക്കു പോലും നോക്കാതെ പുറത്തേക്ക് ഓടിക്കളഞ്ഞു. ആശുപത്രി മുറിയുടെ ഇടനാഴിയിൽ സാവിത്രിയമ്മയുടെ നെഞ്ചുപൊട്ടിയുള്ള കരച്ചിൽ പോലെ വന്ന് പതിക്കുന്നുണ്ടായിരുന്നു. മണിക്കൂറുകൾക്ക് മുമ്പാണ് ആ ഫോൺ കോൾ വന്നത്. ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ അപ്രതീക്ഷിതമായി വന്നൊരു ലോറി ദേവൻ്റെ കാറിനെ വന്ന് ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. അടിയന്തര ശസ്ത്രക്രിയക്കായി അവൻ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റിയിട്ട് സമയം കുറച്ചേറെയായി. ഭിത്തിയോട് ചേർന്ന് തലയിൽ 2 കൈകളും അമർത്തിപ്പിടിച്ച് മിത്ര ഇരിക്കുകയാണ്. അവളുടെ മിഴികൾ അടഞ്ഞിരുന്നുവെങ്കിലും ഉള്ളിലൊരു കൊടുങ്കാറ്റ് അടങ്ങുന്നുണ്ടായിരുന്നില്ല. ഒരൊറ്റ നിമിഷം കൊണ്ട് ലോകം മുഴുവൻ അന്ധകാരത്തിലായതുപോലെയൊരവസ്ഥ. എൻ്റെ തെറ്റ. ഞാൻ ആ പൂജയ്ക്ക് സമ്മതിച്ചിരുന്നെങ്കിൽ എനിക്ക് വാശി മാത്രമായിരുന്നു അന്നേരം. ഉള്ളിൽ നിന്നൊരലർച്ച പുറത്തേക്ക് വരാതിരിക്കാൻ അവൾ പല്ലുകൾ കൂട്ടിയമർത്തി. അടഞ്ഞ കണ്ണുകൾക്ക് മുമ്പിൽ ദേവൻ്റെ കുസൃതി നിറഞ്ഞ മുഖം മാത്രം തെളിഞ്ഞു വന്നു. എനിക്ക് തൊടണമെന്ന് തോന്നിയ ഞാൻ തൊട്ടിരിക്കുമെന്ന് പറഞ്ഞ് അവളുടെ കാലിലേക്ക് മുഖം പൂഴ്ത്തിയവൻ്റെ പ്രണയം. എൻ്റെ സങ്കല്പങ്ങളിലുള്ള മിത്രക്ക് ഇതുപോലെയുള്ള ഭാവങ്ങളൊന്നുമല്ല എന്ന് മന്ത്രിച്ചവൻ്റെ ശ്വാസച്ചൂട്. എത്രയൊക്കെ തള്ളിപ്പറഞ്ഞാലും അവനുമൊത്തുള്ള ഓരോ നിമിഷത്തിലും താൻ അറിയാതെ വിറച്ചു പോയിട്ടുണ്ടെന്ന്, തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അവൻ ആഴത്തിൽ പടർന്നു കയറിയിട്ടുണ്ടെന്ന് മിത്ര ഭയത്തോടെ തിരിച്ചറിഞ്ഞു. അവൻ കാണിച്ച പരിഗണനകളും കുസൃതികളും വാശികളുമെല്ലാം തന്നോടുള്ള സ്നേഹം കൊണ്ട് മാത്രമായിരുന്നു. തനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ അവൻ ജീവനോടെ ഇരിക്കില്ലെന്ന സത്യം തിരിച്ചറിഞ്ഞപ്പോൾ അവനില്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് ഓർക്കാൻ പോലും മിത്രക്ക് കഴിഞ്ഞില്ല. ദേവാ, നിനക്കൊന്നും വരുത്തരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. നീ തിരികെ വാ. എന്ത് വഴക്കും ഞാൻ സഹിച്ചോളാം. മനസ്സ് വിങ്ങിപ്പൊട്ടി അവൾ ദൈവത്തിന് മുമ്പിൽ കൈകൂപ്പി. ഓപ്പറേഷന് ശേഷം 3-ാം നാളാണ് ദേവൻ പൂർണ്ണമായും കണ്ണുകൾ തുറന്നത്. തലയിലും കൈകളിലും കെട്ടുകളുമായി ക്ഷീണിതനായി കിടക്കുന്ന അവനെ കണ്ടപ്പോൾ സാവിത്രിയമ്മയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. അരികിൽ നിൽക്കുന്ന മിത്രയെ കണ്ടപ്പോൾ ദേവൻ്റെ ചുണ്ടിൽ പതിഞ്ഞൊരു ചിരി തെളിഞ്ഞു. അവൾ പക്ഷേ തൻ്റെ ഉള്ളിലെ ഭയമോ പ്രണയമോ പുറത്ത് കാണിച്ചില്ല. മുഖത്ത് കൃത്രിമമായി വരുത്തി വെച്ചൊരു ശാന്തതയോടെ അവൾ അവൻ്റെ അരികിലേക്ക് നടന്നു. ഇപ്പോൾ എങ്ങനെയുണ്ട്? വളരെ സാധാരണമായൊരു സ്വരത്തിൽ മിത്ര ചോദിച്ചു. ദേവൻ അവളെ അല്പനേരം സൂക്ഷിച്ചു നോക്കി. അവളുടെ കണ്ണുകളിലെ കറുത്ത പാടുകളും വിറക്കുന്ന ചുണ്ടുകളും അവൾ അനുഭവിച്ച മാനസിക വിഷമം വിളിച്ചോതുന്നുണ്ടായിരുന്നു. എങ്കിലും അവളത് മറച്ചു വെക്കാൻ ശ്രമിക്കുകയാണ്. കുഴപ്പമില്ല, നിന്റെ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടാവും ജീവനോടെ തിരികെ എത്തി, ദേവൻ പതുക്കെ പറഞ്ഞു. മിത്ര മുഖം വെട്ടിച്ചു. ഞാൻ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുകയൊന്നും ചെയ്തിട്ടില്ല. അമ്മയുടെ വിഷമം കണ്ടപ്പോൾ കൂടെ നിന്നേ ഉള്ളൂ, മിത്ര ഒരു ഒഴുക്കിൽ അങ്ങ് പറഞ്ഞു. ദേവൻ മറുത്തൊന്നും മിണ്ടിയില്ല. പിന്നീടുള്ള ദിവസങ്ങളിൽ ദേവന് പരിചരിച്ചതത്രയും മിത്ര തന്നെയായിരുന്നു. അവൻ്റെ മരുന്നുകൾ കൃത്യസമയത്ത് നൽകാനും ഭക്ഷണം കൊടുക്കാനും തലയണ വെച്ചു കൊടുക്കാനുമൊക്കെ അവൾ മുന്നിൽ നിന്നു. രാത്രികളിൽ അവൻ ഉറങ്ങുമ്പോൾ അരികിലിരുന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കും. അവൻ അറിയാതെ അവൻ്റെ മുടിയിഴകളിൽ പതുക്കെ വിരലോടിക്കും. പക്ഷെ അവൻ ഉണർന്നിരിക്കുമ്പോൾ അവൾ വളരെ അകലം പാലിച്ചു. ഒരു സ്പർശനത്തിൽ പോലും പ്രണയം കലരാതിരിക്കാൻ അവൾ ജാഗ്രത പുലർത്തി. ഒരു ദിവസം സാവിത്രിയമ്മ ഡോക്ടറെ കാണാൻ പുറത്തേക്ക് പോയ സമയത്ത് മിത്ര അവന് മരുന്നെടുത്ത് നൽകുകയായിരുന്നു. ഗ്ലാസ് അവളുടെ കയ്യിൽ നിന്നും വാങ്ങുന്നതിനിടയിൽ ദേവൻ അവളുടെ കൈത്തണ്ടയിൽ മുറുകെ പിടിച്ചു. മിത്ര ഒന്ന് ഞെട്ടി അവനെ നോക്കി. മിത്രേ, കൈവിട്. ദേവൻ, മരുന്ന് കഴിക്കാനുള്ള സമയമായി.
എന്തിനോ മിത്രേ നീ ഇങ്ങനെ അഭിനയം തുടരുന്നത്? ദേവൻ്റെ സ്വരം വിറച്ചു. നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ആശുപത്രിയിൽ കിടന്ന ഈ ദിവസങ്ങളിൽ നിന്റെ കണ്ണുകളിൽ ഞാൻ കണ്ട ഭയം അതെന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ? പറ മിത്രേ. മിത്ര കണ്ണുകൾ അടച്ചു പിടിച്ചു. തൻ്റെ ബലഹീനത പുറത്തു വരാതിരിക്കാൻ അവൾ നെഞ്ചമർത്തി ശ്വാസമെടുത്തു. പിന്നീട് തണുപ്പം മട്ടിൽ അവനെ ഒന്ന് നോക്കി. നിങ്ങൾക്ക് തെറ്റിയതാണ് ദേവൻ. എന്ത്? ഇതൊന്നും സ്നേഹം കൊണ്ടോ പ്രണയം കൊണ്ടോ ചെയ്യുന്നതല്ല. എന്നെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത് നിങ്ങളുടെ വാശിയാണ്. പക്ഷേ എനിക്കൊരു മനസ്സാക്ഷിയുണ്ട്. എൻ്റെ കൺമുന്നിൽ ഒരാൾ കിടപ്പിലാവുമ്പോൾ പരിചരിക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ല. ഇതൊരു ഹോം നേഴ്സിൻ്റെ ഡ്യൂട്ടിയായി കണക്കാക്കിയാൽ മതി നിങ്ങൾ. അല്ലാതെ നിങ്ങളെ ഞാൻ ഭർത്താവായി അംഗീകരിച്ചത് കൊണ്ടോ സ്നേഹിക്കുന്നത് കൊണ്ടോ ഒന്നുമല്ല. ദേവൻ്റെ പിടി പതിയെ അയഞ്ഞു. അവൻ്റെ കണ്ണുകളിൽ വലിയൊരു നിരാശയും സങ്കടവും പടർന്നു കയറുന്നത് മിത്ര കണ്ടു. ആ കാഴ്ച അവളുടെ നെഞ്ച് പിളർത്തുന്നുണ്ടായിരുന്നുവെങ്കിലും അവൾ തിരിഞ്ഞു നടന്നു. ദേവൻ നിശബ്ദനായി സീലിങ്ങിലേക്ക് നോക്കിക്കിടന്നു. ഇത്രയും നാൾ തൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരേ ഒരു പ്രതീക്ഷ അവൾ എന്നെങ്കിലും തന്നെ സ്നേഹിക്കുമെന്നതായിരുന്നു. പക്ഷെ ആ പ്രതീക്ഷയാണ് ഇപ്പോൾ തകർന്ന് തരിപ്പണമായിരിക്കുന്നത്. അവൾക്ക് തന്നോട് ഒരു തരത്തിലുള്ള അടുപ്പവും ഇല്ലെന്ന സത്യം അവനെ മാനസികമായി തളർത്തി. 2 ദിവസങ്ങൾക്ക് ശേഷം ദേവനെ ഡിസ്ചാർജ് ചെയ്ത് കോവിലകത്തേക്ക് കൊണ്ടുവന്നു. അന്ന് വൈകുന്നേരം മുറിയിൽ വിശ്രമിക്കുകയായിരുന്ന ദേവൻ പൂമുഖത്തേക്ക് നടന്നു. പൂജാമുറിയുടെ അരികിലെത്തിയപ്പോൾ ഉള്ളിൽ നിന്ന് ആരുടെയോ സംസാരം കേട്ട് അവനൊന്ന് നിന്നു. സാവിത്രിയമ്മയും മിത്രയുമായിരുന്നു ഉള്ളിൽ. മോളെ, ഞാൻ നിർബന്ധിക്കുന്നില്ല. നിനക്ക് താല്പര്യമില്ലെങ്കിൽ. സാവിത്രിയമ്മ വിഷമത്തോടെ പറയുന്നത് കേട്ടു. അങ്ങനെയല്ല അമ്മേ. മിത്രയുടെ സ്വരം കേട്ട് ദേവൻ ഭിത്തിയോട് ചേർന്ന് നിന്നു. ഞാൻ ആ പൂജയ്ക്ക് തയ്യാറാണ് അമ്മേ. മിത്ര തുടർന്നു. എപ്പോഴാണ് അത് നടത്തേണ്ടത്? അതിനെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? എനിക്കൊന്നും അറിയില്ല അമ്മേ. അമ്മ എന്നെ പഠിപ്പിച്ചു തന്നാൽ മതി. സാവിത്രിയമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. മോളെ, സത്യമാണോ ഈ പറയുന്നത്? അവൻ്റെ ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടിയുള്ള മൃത്യുഞ്ജയ പൂജയാണിത്. താലി കെട്ടിയ പെണ്ണ് മനമുരുകി ചെയ്താൽ ദേവന് ഒരാപത്തും വരില്ല. പക്ഷേ മോൾക്ക് ഇഷ്ടമല്ലാതെ? എനിക്ക് പൂർണ്ണ സമ്മതമാണ് അമ്മേ. മിത്ര സാവിത്രിയമ്മയുടെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് ദേവനിനി ഒരു അപകടവും സംഭവിക്കുന്നത് കാണാൻ കഴിയില്ല. ആ ആക്സിഡൻറ്റ് നടന്ന ദിവസം എനിക്ക് എൻ്റെ ജീവൻ പോകുന്ന പോലെ തോന്നി. അമ്മേ, എനിക്ക് അവനില്ലാതെ ജീവിക്കാൻ കഴിയില്ല. അവളുടെ സ്വരം ഇടറി. കരച്ചിലടക്കാൻ അവൾ പാടുപെടുന്നുണ്ടായിരുന്നു. ഭിത്തിക്ക് പുറത്ത് നിന്ന ദേവൻ്റെ നെഞ്ചിലൊരു തീപ്പൊരി കത്തിക്കഴിഞ്ഞിരുന്നു. അവൻ വിശ്വസിക്കാനാവാതെ വാതിലിൻ്റെ വിടവിലൂടെ ഉള്ളിലേക്ക് നോക്കി. സാവിത്രിയമ്മയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു കരയുന്ന മിത്ര. അമ്പടി കള്ളി, എന്നെ കളിപ്പിക്കുകയായിരുന്നല്ലേടി കുട്ടിപ്പിശാശെ. ദേവൻ്റെ ഉള്ളിൽ ഒരു കള്ളച്ചിരി വിരിഞ്ഞു. ഇത്രയും ദിവസം താൻ അനുഭവിച്ച സങ്കടവും നിരാശയുമെല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് കാറ്റിൽ പറന്നുപോയി. അവളുടെ ഉള്ളിൽ താനുണ്ടെന്ന തിരിച്ചറിവ് അവന് നൽകിയ സന്തോഷം ചെറുതൊന്നുമല്ലായിരുന്നു. പൂജയുടെ ദിവസം വന്നു ചേർന്നു. കോവിലകത്തെ പൂജാമുറിയും മുറ്റവും പൂക്കളാലും വിളക്കുകളാലും അലങ്കരിക്കപ്പെട്ടിരുന്നു. നേരിയ കസവ് സാരി ഉടുത്ത് ഈറം മുടിയോടെ കയ്യിൽ പൂജ താലമേന്തി നിൽക്കുന്ന മിത്രയെ കണ്ടപ്പോൾ ദേവന് കണ്ണെടുക്കാൻ തോന്നിയില്ല. പൂജകൾ ഓരോന്നായി നടക്കുമ്പോൾ ശാന്തമായി ഇരിക്കുന്ന മിത്രയുടെ അരികിലേക്ക് ദേവൻ പതുക്കെ നീങ്ങിയിരുന്നു. ഉമ്മ. അവൻ ചെറുതായി ഒന്ന് ചുമച്ചു. മിത്ര അവനെ കണ്ണുരുട്ടിയൊന്ന് നോക്കി. എന്താ കൊച്ചു തമ്പുരാട്ടിക്കൊരു ഗൗരവം? അവൻ പതഞ്ഞ സ്വരത്തിൽ അവളുടെ ചെവിക്കരികിലേക്ക് ചാഞ്ഞു നിന്നുകൊണ്ട് ചോദിച്ചു. മിണ്ടാതിരിക്കു ദേവൻ, പൂജ നടക്കുകയാ. മിത്ര സ്വരം താഴ്ത്തി മുന്നറിയിപ്പ് നൽകി. അല്ല, എനിക്കൊരു സംശയം. ദേവൻ കുസൃതി ചിരിയോടെ അവളെ നോക്കി. അമ്മ നിർബന്ധിച്ചിട്ടാണോ ഈ കുട്ടി പൂജയ്ക്ക് വന്നിരിക്കുന്നത്? അതോ സ്വന്തം ഇഷ്ടപ്രകാരമാണോ? മിത്രയുടെ മുഖത്ത് ഒരു നിമിഷം പതർച്ച മിന്നി മറഞ്ഞു. എങ്കിലും അവൾ ഉടൻ തന്നെ തൻ്റെ തോൽവി സമ്മതിക്കാൻ തയ്യാറല്ലായിരുന്നു. അമ്മ നിർബന്ധിച്ചിട്ടാ, അവൾ ഉറപ്പിച്ചു പറഞ്ഞു. അല്ലാതെ നിങ്ങൾക്ക് വേണ്ടി പൂജ ചെയ്യാൻ എനിക്ക് ഭ്രാന്തൊന്നുമില്ലല്ലോ. അമ്മക്ക് നിങ്ങളെ ആക്സിഡൻറ്റിൽ കണ്ടതിൽ പിന്നെ വല്ലാത്ത ഭയമാണ്. ഇനിയും എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് കരുതിയിട്ട്. ആ പാവ അമ്മയുടെ മനസ്സിൻ്റെ സമാധാനത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ ഇതിന് കൂട്ടു നിൽക്കുന്നത്. അല്ലാതെ നിങ്ങളെൻ്റെ ആരാണെന്ന് കരുതിയിട്ടാ. പറഞ്ഞു നിർത്തുമ്പോൾ മിത്രയുടെ നെഞ്ചിടിക്കുന്നുണ്ടായിരുന്നു. താൻ പറഞ്ഞത് അവൻ വിശ്വസിച്ച് കാണുമെന്ന പ്രതീക്ഷയിൽ അവൾ അവനെ ഒന്ന് നോക്കി. പക്ഷേ ദേവൻ അവളെ നോക്കി വശ്യമായി ഒന്ന് ചിരിച്ചു. ആ ചിരിയിൽ സർവ്വതും മനസ്സിലാക്കിയൊരു ഭാവം ഉണ്ടായിരുന്നു. അത് ശരി, അപ്പോൾ അമ്മയുടെ ഭയം മാറ്റം മാത്രമാണല്ലേ? ദേവൻ അവളുടെ മുഖത്തേക്ക് ഒന്നുകൂടി എടുത്തു. അപ്പോൾ അവനില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് ആരോ പൂജാമുറിയിൽ വെച്ച് അമ്മയോട് പറഞ്ഞ് കരഞ്ഞതോ?
മിത്രയുടെ കണ്ണുകൾ തള്ളി വന്നു. ചോര വറ്റിയതുപോലെ അവൾ അവനെ നോക്കി. ഇയാൾ അത് കേട്ടോ? അവൾ വിറക്കുന്ന സ്വരത്തിൽ ചോദിച്ചു. കേട്ടല്ലോ കുഞ്ഞെ, വാതിൽക്കൽ ഒളിഞ്ഞു നിന്ന് മുഴുവൻ കേട്ടു. ദേവൻ അവളുടെ കമ്മലിൽ പതുക്കെ തട്ടിക്കൊണ്ട് പറഞ്ഞു. ഇനി അത് അമ്മ നിർബന്ധിച്ച് പറയിപ്പിച്ചതാണെന്ന് പറഞ്ഞു ഒപ്പിക്കുമോ മാഡം? മിത്രയുടെ മുഖം ആകെ ചുവന്നു തൊടുത്തു. നാണം കൊണ്ടും അബദ്ധം പിണങ്ങിയതിൻ്റെ വിഷമം കൊണ്ടും അവൾക്ക് എന്ത് പറയണമെന്നറിയില്ലായിരുന്നു. അവൾ പെട്ടെന്ന് മുഖം തിരിച്ച് പൂജയിലേക്ക് ശ്രദ്ധിക്കാൻ ശ്രമിച്ചു. എന്നെ വേണ്ട എന്ന് പറഞ്ഞ് വലിയ ഗമ കാണിച്ചതല്ലേടി, എന്നിട്ടിപ്പോൾ എൻ്റെ ആയുസിന് വേണ്ടി പൂജ ചെയ്യുന്നു. ദേവൻ അവളുടെ ചെവിയിൽ മന്ത്രിച്ചു. മിണ്ടാതിരി ദേവ, ആളുകൾ നോക്കുന്നു. മിത്ര അവനെ ദേഷ്യത്തിൽ നോക്കാൻ ശ്രമിച്ചെങ്കിലും അവളുടെ ചുണ്ടിൽ ഒരു ചെറിയ പുഞ്ചിരി ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. പൂജ കഴിഞ്ഞ് നാളുകൾ ഏതാനും കഴിഞ്ഞിട്ടും മിത്രയുടെ മനോഭാവത്തിൽ പ്രകടമായ വലിയ മാറ്റങ്ങളൊന്നും വന്നിരുന്നില്ല. ദേവൻ സർവ്വതും അറിഞ്ഞു എന്ന് മനസ്സിലായിട്ടും താൻ പിടിക്കപ്പെട്ടു എന്നൊരു ചമ്മൽ ഉള്ളിലുണ്ടായിരുന്നിട്ട് പോലും പുറമേക്ക് അവൾ പഴയതുപോലെ തന്നെ ഒഴിഞ്ഞു മാറി നടന്നു. അവനോട് ഒട്ടും വഴങ്ങാതെ ഗൗരവം കാത്തു സൂക്ഷിക്കാൻ അവൾ വല്ലാതെ പാടുപെട്ടു. ഉള്ളിൽ പ്രണയം തിളച്ചു മറിയുന്നുണ്ടെങ്കിലും ദേവന്റെ മുമ്പിൽ വീണ്ടും തോറ്റുകൊടുക്കാൻ അവളുടെ വാശി സമ്മതിച്ചില്ല. ആദ്യം കുറച്ച് ദിവസങ്ങളിൽ ദേവൻ ഇതൊക്കെ ചിരിയോടെയാണ് നേരിട്ടത്. എന്നാൽ പിന്നീട് അവന് ചെറിയൊരു പരിഭവം തോന്നി തുടങ്ങി. ഇത്രയൊക്കെ മനസ്സിലായിട്ടും ഉള്ളിലെ സ്നേഹം തുറന്നു പറഞ്ഞിട്ടും ഈ പെണ്ണ് എന്നെ പിന്നെയും വട്ട് കളിപ്പിക്കുകയാണോ? ദേവൻ സ്വയം ചോദിച്ചു പോയി. അവളെ നേർവഴിക്ക് കൊണ്ടുവരാൻ ഇനി ഈ കുസൃതിയും കൊഞ്ചലും ഒന്നും പോരാ എന്ന് അവനും മനസ്സിലായി. അവൾക്ക് കിട്ടേണ്ടത് ചെറിയൊരു ചികിത്സ തന്നെയാണ്. തിരിച്ച് അവളെ ഒന്ന് കളിപ്പിക്കാനും അവളുടെ ഉള്ളിലെ സ്നേഹം അവളുടെ നാവുകൊണ്ട് തന്നെ പറയിപ്പിക്കാനും ദേവനും ഉറപ്പിച്ചു. അങ്ങനെ ആ ദിവസം മുതൽ ദേവന്റെ ഭാവം മാറി. അവൻ മിത്രയോടധികം സംസാരിക്കാതെയായി. ഇന്നു രാവിലെ എഴുന്നേൽക്കുമ്പോൾ കുസൃതി ചോദ്യങ്ങളുമായി പിന്നാലെ വരുന്ന ദേവനില്ല. പൂജാമുറിയിലും ഉമ്മറത്തും വെച്ച് കണ്ടുമുട്ടുമ്പോൾ മുഖത്തേക്ക് നോക്കാതെ ഒരക്ഷരം മിണ്ടാതെ അവൻ നടന്നു നീങ്ങി. മുമ്പൊക്കെ അവൾ ദേഷ്യപ്പെടുമ്പോഴും കണ്ണുരുട്ടുമ്പോഴും ആസ്വദിച്ച് ചിരിച്ചിരുന്നവൻ ഇപ്പോൾ തികച്ചും അപരിചിതനെ പോലെ പെരുമാറാൻ തുടങ്ങി. ആദ്യത്തെ 2 ദിവസം മിത്ര അത് വലിയ കാര്യമാക്കിയില്ല. സമാധാനം, ശല്യം ഒഴിഞ്ഞു കിട്ടി എന്ന് സ്വയം ആശ്വസിക്കാൻ അവൾ ശ്രമിച്ചു. എന്നാൽ ദിവസങ്ങൾ മുന്നോട്ട് പോകുന്തോറും ദേവന്റെ ഈ പെട്ടെന്നുള്ള മൗനം അവളെ വല്ലാതെ അലട്ടാൻ തുടങ്ങി. രാവിലെ കുളിച്ച് ഈറൻ മുടിയോടെ മുറിയിലേക്ക് വരുമ്പോൾ തടഞ്ഞു നിർത്തി ഉമ്മ വെക്കാൻ അവൻ വരുന്നില്ല. ഉച്ചക്ക് ഭക്ഷണ മേശയിൽ വെച്ച് കാലുകൊണ്ട് തടവി അനാവശ്യ കുസൃതികൾ കാണിക്കുന്നില്ല. സന്ധ്യക്ക് ഉമ്മറത്തിരിക്കുമ്പോൾ പിന്നിലൂടെ വന്ന് കമ്മലിൽ തട്ടി വിളിച്ച് ചെവിയിൽ പ്രണയം മന്ത്രിക്കുന്നില്ല. ഈ മാറ്റം മിത്രയുടെ ഉള്ളിൽ ചെറുതല്ലാത്തൊരു വീർപ്പുമുട്ടൽ തന്നെ ഉണ്ടാക്കി. അവൻ തന്നോട് മിണ്ടാത്തതും പഴയതുപോലെ കുസൃതി കാട്ടാത്തതും അവളുടെ ഉറക്കം കെടുത്തിക്കളഞ്ഞു. രാവന്തിയാകുമ്പോൾ കട്ടിലിൻ്റെ ഒരറ്റത്ത് തിരിഞ്ഞു കിടക്കുന്ന അവൻ്റെ പുറകിലേക്ക് നോക്കി അവൾ വിങ്ങിപ്പൊട്ടി. എന്താ ഇപ്പോൾ എന്നോട് ഇത്ര ദേഷ്യം? ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? മനസ്സ് വിങ്ങി അവൾ വിചാരിച്ചു. താൻ കാണിച്ച വാശിയും അകൽച്ചയുമാണോ അവന് തന്നിൽ നിന്ന് അകറ്റിയത് എന്നോർക്കുമ്പോൾ പഴയ അപകട ദിവസങ്ങളിലെ അതേ വേദനാജനകമായ ഭാരം അവളുടെ നെഞ്ചിലേക്ക് അമർന്നു വന്നു. എന്നാൽ ദേവൻ തൻ്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിന്നു. പുറമെ തണുപ്പം മട്ട് കാണിച്ചെങ്കിലും മിത്രയുടെ മുഖത്തെ മാറ്റങ്ങൾ അവൻ സൂക്ഷ്മമായി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. മുമ്പ് ഗൗരവത്തോടെ നടന്നിരുന്നവൾ ഇപ്പോൾ തൻ്റെ നോട്ടം കിട്ടാൻ വേണ്ടി ദാഹിക്കുന്നത്, താൻ മിണ്ടാതെ പോകുമ്പോൾ അവളുടെ കണ്ണുകൾ നിറയുന്നത്, ഇതൊക്കെ കാണുമ്പോൾ അവൻ്റെ ഉള്ളിൽ സ്നേഹം കൊണ്ട് കടലിരമ്പുന്നുണ്ടായിരുന്നു. പെണ്ണെ, നീ എന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്ക് തന്നെ മനസ്സിലാവട്ടെ ആദ്യം, അവൻ മനസ്സിലോർത്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദേവന് പെട്ടെന്ന് ഒരു ബിസിനസ് ട്രിപ്പ് പോകേണ്ടി വരുന്നത്. കമ്പനിയുടെ വിദേശത്തുള്ള വലിയൊരു പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് ബാംഗ്ലൂരിലും തുടർന്ന് വിദേശത്തുമായി 1 മാസത്തോളം തങ്ങേണ്ടുള്ള യാത്രയായിരുന്നു അത്. ഒഴിച്ചുകൂടാനാവാത്ത യാത്രയായതുകൊണ്ട് അവന് പോയേ മതിയാവുമായിരുന്നുള്ളൂ. ഇതിനു മുമ്പും ദേവ ഇതുപോലെ യാത്രകൾ പോയിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ അവൻ ഇടതിടവില്ലാതെ മിത്രയെ വിളിച്ചുകൊണ്ടിരിക്കും. മിത്രേ, നീ ഉണ്ടോ, ഉറങ്ങിയോ, മരുന്ന് കഴിച്ചോ എന്ന് തുടങ്ങി 1000 ചോദ്യങ്ങൾ. അന്നൊക്കെ മിത്ര പേരിന് മാത്രം മറുപടി നൽകി എന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ശല്യം ചെയ്യണ്ട എന്ന് പറഞ്ഞ് കട്ട് ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം കാര്യങ്ങൾ മാറി മറിഞ്ഞു. യാത്ര തിരിച്ചതിന് ശേഷം ദേവൻ ഒരു തവണ പോലും മിത്രയുടെ ഫോണിലേക്ക് വിളിച്ചില്ല. പകരം ദിവസവും അമ്മയെ വിളിച്ച് വീട്ടിലെ വിശേഷങ്ങൾ അന്വേഷിക്കും. അമ്മയോട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ തിരക്കി അവൻ ഫോണങ്ങ് വെക്കും. ഒരിക്കൽ പോലും മിത്രക്ക് ഫോൺ കൊടുക്കുക എന്നവൻ പറഞ്ഞില്ല. 1 മാസം, ദൈവമേ, 1 മാസം മുഴുവൻ അവനില്ലാതെ, അവൻ്റെ ശബ്ദം കേൾക്കാതെ എങ്ങനെ കഴിയുമെന്നോർത്ത് മിത്ര തളർന്നു പോയി.
ദിവസങ്ങൾ ഇഴഞ്ഞു നീങ്ങി. മിത്ര തികച്ചും നിശബ്ദയായിപ്പോയി. കൃത്യമായി ആഹാരം കഴിക്കാതെ ഉറങ്ങാതെ അവൾ കോവിലകത്തെ മുറിക്കുള്ളിൽ അടച്ചിരുന്നു. എപ്പോഴും ദേവൻ്റെ ഓർമ്മകൾ മാത്രം. അവനെന്നെ ശരിക്കും ഇഷ്ടമില്ലാതിരിക്കുമോ? പണ്ട് വാശിക്ക് പുറത്ത് സ്നേഹിച്ചതാവും. ഇപ്പോൾ എൻ്റെ പിടിവാശി കണ്ട് മടുത്തിട്ടുണ്ടാവും. ദൈവമേ, അവൻ എന്നെ ഉപേക്ഷിച്ചു പോവുമോ? ഓരോ രാത്രിയിലും തലയിണയിൽ മുഖം പൂഴ്ത്തി അവൾ കരഞ്ഞു. അവൻ കട്ടിലിൽ കിടന്നിരുന്ന ഭാഗത്ത് തഴുകി അവൻ്റെ ഗന്ധം തിരഞ്ഞ് അവൾ വിങ്ങിപ്പോയി. അവനില്ലാതെ തനിക്കൊരു ജീവിതമില്ല എന്ന് ആ ഒരു മാസം കൊണ്ട് മിത്ര പൂർണ്ണമായും തിരിച്ചറിഞ്ഞു. അങ്ങനെ കാത്തിരുന്ന ആ ദിവസം എത്തി. ഒരു മാസത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ദേവൻ തിരികെ കോവിലകത്തേക്ക് വരികയാണ്. രാത്രി വൈകിയാണ് അവൻ വീട്ടിലെത്തിയത്. ഉമ്മടത്ത് കാറിൻ്റെ ശബ്ദം കേട്ട് സാവിത്രിയമ്മ ഓടി വന്നു. യാത്രയുടെ ക്ഷീണമുണ്ടെങ്കിലും ദേവൻ്റെ മുഖത്ത് തിരികെ എത്തിയതിൻ്റെ പ്രകാശം ഉണ്ടായിരുന്നു. എത്തിപ്പോയ മോനെ, വല്ലാതെ വൈകിയല്ലോ. അമ്മ അവൻ്റെ തലയിൽ തഴുകി. ആ അമ്മേ, ഫ്ലൈറ്റ് കുറച്ച് ലേറ്റായി. അമ്മ ഉറങ്ങിയില്ലേ? കാര്യങ്ങളൊക്കെ അന്വേഷിച്ച ശേഷം ദേവൻ്റെ നോട്ടം മുകളിലത്തെ നിലയിലേക്ക് പാളി വീണു. അവൾ ഉറങ്ങിയോ അമ്മേ? സാവിത്രിയമ്മ നേർത്തൊരു നെടുവീർപ്പോടെ അവനെ നോക്കി. അറിയില്ല മോനെ, കഴിഞ്ഞൊരു മാസമായി ആ കുട്ടി ശരിക്കൊന്ന് ചിരിച്ചിട്ട്, ശരിക്കും ആഹാരം കഴിച്ചിട്ട്. എപ്പോഴും മുറിക്കുള്ളിൽ തന്നെയാ. നീ ചെല്ല്, അവൾ ഉറങ്ങിക്കാണില്ല. ദേവൻ്റെ നെഞ്ചിലൊരു പിടച്ചിലുണ്ടായിരുന്നു അന്നേരം. താൻ ചെയ്തത് അല്പം കൂടിപ്പോയോ എന്നൊരു കുറ്റബോധം അവനിൽ പടർന്നു. അവൻ വേഗത്തിൽ പടികൾ കയറി മുകളിലേക്ക് ചെന്നു. റൂമിൻ്റെ വാതിലിന് മുന്നിൽ അവൻ പതുക്കെ മുട്ടി. മിത്രേ, വാതിൽ അടങ്ങി തന്നെ കിടക്കുകയായിരുന്നു. ദേവൻ രണ്ടാമത് മുട്ടിയപ്പോഴും അകത്തു നിന്നും പൂട്ടു തുറക്കുന്ന ശബ്ദം കേട്ടു. വാതിൽ തുറന്ന് മുന്നിൽ നിൽക്കുന്ന മിത്രയെ കണ്ടതും ദേവൻ തരിച്ചുപോയി. അവളുടെ രൂപം വല്ലാതെ തളർന്നിരിക്കുന്നു. ഭംഗിയുള്ള കവിളുകൾ ഒട്ടി കണ്ണിനു ചുറ്റും കറുത്ത വലയങ്ങൾ വീണ് ആകെ വാടിത്തളർന്നൊരു പൂവ് പോലൊരു അവൾ നിൽക്കുന്നു. ഉറക്കമില്ലായ്മയും പട്ടിണിയും മാനസിക വിഷമവും അവളെ ആകെ മാറ്റിമറിച്ചിരിക്കുന്നു. മിത്രേ, ദേവൻ്റെ സ്വരം വിറച്ചു. അവന് താങ്ങാൻ കഴിഞ്ഞില്ല. എന്താ മിത്ര ഇത്? നിനക്ക് എന്തെങ്കിലും വയ്യായിക ഉണ്ടായിരുന്നോ? ആകുലതയോട് ചോദിച്ചുകൊണ്ട് അവൻ കൈകൾ നീട്ടി അവളുടെ കവിളിൽ തഴുകാനാഞ്ഞു. പക്ഷെ മിത്ര വേഗത്തിൽ അവൻ്റെ കൈ തട്ടി മാറ്റി. തൊട്ടുപോകരുതെന്നെ. വിറക്കുന്ന ശബ്ദത്തിൽ തടഞ്ഞു വെച്ച കണ്ണീരോടെ അവൾ പറഞ്ഞു. എന്നോട് മിണ്ടണ്ട നിങ്ങൾ. ദേവൻ അമ്പരന്നു പോയി. മിത്രേ, ഞാൻ ഇത്രയും ദിവസം എന്നോട് മിണ്ടാതിരുന്നില്ലേ? ഇനി ഒട്ടും മിണ്ടണ്ട. എനിക്ക് നിങ്ങളുടെ ഒരു കാര്യം കേൾക്കണ്ട. മിത്രയുടെ കൺകോണിൽ നിന്നും കണ്ണീർ തുള്ളികൾ കവിളിലൂടെ ഒഴുകിയിറങ്ങി. ഞാൻ നിങ്ങൾ വരാൻ കാത്തിരിക്കുകയായിരുന്നു. എൻ്റെ പെട്ടിയെടുത്ത് എൻ്റെ വീട്ടിലേക്ക് പോകാൻ. ഇനി ഞാൻ ഇവിടെ നിൽക്കില്ല. അതുവരെ ഞാൻ കാണിച്ച കളി തനിക്ക് തന്ന വിനയാണെന്ന് ദേവന് മനസ്സിലായി. എന്നാൽ തൻ്റെ മൗനം കൊണ്ടാണ് അവൾ ഈ അവസ്ഥയിലായതെന്ന സത്യം അവനെ ഞെട്ടിച്ചു കളഞ്ഞു. താൻ മിണ്ടാതിരുന്നതിനും വിളിക്കാതിരുന്നതിനുമാണോ ഈ പെണ്ണ് ഇത്രയും വാടിക്കുഴഞ്ഞു പോയത്? അവൾ തന്നെ ഇത്രയേറെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. ദേവന് മറ്റൊന്നും ചിന്തിക്കാൻ കഴിഞ്ഞില്ല. അവൻ ഒരൊറ്റ വിളിക്ക് അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് മുറുകെ കെട്ടിപ്പിടിച്ചു. വിടാനോ? സൗകര്യമില്ല. അവൻ അവളുടെ മുടിയിഴകളിൽ മുഖം പൂഴ്ത്തിക്കൊണ്ട് കരഞ്ഞു. വിടാൻ? എന്നെ വിട് ദേവ. മിത്ര അവൻ്റെ നെഞ്ചിൽ കൈവച്ച് തള്ളാൻ ശ്രമിച്ചു. പക്ഷെ ആ ആലിംഗനത്തിൻ്റെ ചൂടിൽ അവളുടെ സകല പ്രതിരോധങ്ങളും തകർന്നു വീണു. നിനക്ക് എന്നെ കാണാഞ്ഞിട്ടാണോ ഈ സങ്കടം? എന്നോട് മിണ്ടാഞ്ഞിട്ടാണോ നീ ഇങ്ങനെ? ദേവന് വാചകം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അത്രയും നാൾ അടക്കിപ്പിടിച്ച സ്നേഹവും സങ്കടവും കരകവിഞ്ഞൊഴുകിയപ്പോൾ ആ ധീരനായ ചെറുപ്പക്കാരൻ ഒരു കുട്ടിയെപ്പോലെ കരഞ്ഞുപോയി. ദേവൻ്റെ കണ്ണീര് തൻ്റെ കഴുത്തിൽ പതിച്ചതും മിത്ര തകർന്നു പോയി. അവൾ അവൻ്റെ കഴുത്തിൽ ഇരു കൈകളും മുറുകെ ചുറ്റിപ്പിടിച്ച് അവൻ്റെ നെഞ്ചിൽ തലയണച്ച് പൊട്ടിക്കരഞ്ഞു. എന്തിനാ എന്നെ ഇട്ടിട്ട് പോയത്? എന്തിനാ എന്നെ ഇങ്ങനെ അവഗണിച്ചത്? വിതുമ്പലുകൾക്കിടയിൽ അവൾ ചോദിച്ചു. ഒരു തവണ പോലും എന്നെ വിളിച്ചില്ലല്ലോ. എനിക്ക് വട്ടാവുന്നത് പോലെ തോന്നി ദേവ. എന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ പോരായിരുന്നു. എന്തിനാ എന്നെ ഇങ്ങനെ ശിക്ഷിച്ചത്? അവളുടെ ചോദ്യങ്ങൾ ദേവൻ്റെ ഉള്ളിലെ അവസാനത്തെ സങ്കടവും കഴുകിക്കളഞ്ഞു. പകരം അവിടെ അളവറ്റ പ്രണയവും അതിരില്ലാത്ത സന്തോഷവും നിറഞ്ഞു തുളുമ്പി. അയ്യോടി കുട്ടി പിശാശെ, നിന്നെ എനിക്ക് ഇഷ്ടമല്ലെന്നോ? ദേവൻ അവളെ അല്പം മാറ്റി നിർത്തി. അവളുടെ കണ്ണീരണിഞ്ഞ മുഖം ഇരു കൈകളിലും ഏന്തി പിടിച്ചു. നിന്നെ സ്നേഹിച്ച് എനിക്ക് വട്ടായിരിക്കുക പെണ്ണെ. നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് നിന്റെ നാവ് കൊണ്ട് പറയിപ്പിക്കാൻ ചെയ്തതാ. പക്ഷെ അതിന് നീ ഇങ്ങനെ സ്വയം നശിക്കുമെന്ന് ഞാൻ കരുതിയില്ലടി.
അവൻ കുനിഞ്ഞ് അവളുടെ കണ്ണീർ തുള്ളികൾ ഓരോന്നായി അധരങ്ങൾ കൊണ്ട് ഒപ്പിയെടുത്തു. ഇനി ഇനി ഈ ദേവൻ ജീവിച്ചിരിക്കുമ്പോൾ നിന്നെ വിട്ടുപോയില്ല, കേട്ടോടി എൻ്റെ ഭാര്യയെ, അവൻ പ്രണയത്തോടെ മന്ത്രിച്ചു. മിത്ര അവൻ്റെ നെഞ്ചിലേക്ക് വീണ്ടും ചെരിഞ്ഞു. അവരുടെ മനസ്സുകൾ തമ്മിലുള്ള അകലം പൂർണ്ണമായി മാഞ്ഞു പോയിരുന്നു. ദേവൻ പതിയെ അവളെ വാരിയെടുത്ത് മുറിക്കുള്ളിലേക്ക് നടന്നു. കാൽ കൊണ്ട് വാതിലടച്ച് അവളുമായി കട്ടിലിലേക്ക് ചെരിഞ്ഞു. മാസങ്ങളുടെ വിരഹവും വേദനയും അവരുടെ ഉള്ളിൽ പ്രണയത്തിൻ്റെ വലിയൊരു അഗ്നിജ്വാലയായി പടർന്നു. ഇനി എങ്ങോട്ടും പോകില്ലല്ലോ അല്ലേ? മിത്ര അവൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ മുറുകെ പിടിച്ച് അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു. ഇല്ലടി, നിന്റെ ഈ തടവറയിൽ നിന്ന് ഇനി എനിക്കൊരു മോചനമില്ല. ദേവൻ വശ്യമായി പുഞ്ചിരിച്ചു. അവൻ അവളുടെ ഈറൻ മുടിയിഴകൾ പുറകിലേക്ക് ഒതുക്കി വെച്ചു. വിളക്കിൻ്റെ മങ്ങിയ വെളിച്ചത്തിൽ കണ്ണീരിൽ കുതിർന്ന അവളുടെ കവിളുകളും തുടുത്ത അധരങ്ങളും അവൻ കൊതിയോടെ നോക്കി. ദേവൻ പതിയെ കുനിഞ്ഞ് അവളുടെ നെറ്റിയിൽ ആഴത്തിൽ ഒരു ചുംബനം നൽകി. അവിടെ നിന്നും അവൻ്റെ അധരങ്ങൾ താഴേക്ക് ഒഴുകിയിറങ്ങി. അവളുടെ കണ്ണുകളിൽ, അടഞ്ഞ കൺപീലികളിൽ, നാസികത്തുമ്പിൽ മിത്രയുടെ ശ്വാസഗതി വേഗത്തിലായി. അവൾ കണ്ണുകൾ അടച്ച് അവൻ്റെ കഴുത്തിലൂടെ കൈകൾ മുറുക്കി. ദേവാ, അവളുടെ ചുണ്ടുകളിൽ നിന്ന് ആ വിളി ഒരു മന്ത്രണം പോലെ പുറത്തു വന്നു. പറയും മിത്രേ, അവൻ അവളുടെ കാതോരം മന്ത്രിച്ചു. ആ വലിയ കമ്മലിൽ ചുണ്ടുകൾ കൊണ്ട് തഴുകി. അവൻ്റെ ശ്വാസത്തിൻ്റെ ചൂട് കഴുത്തി പതിച്ചപ്പോൾ മിത്രയിൽ ഒരു വിറയൽ പടർന്നു. അവൾ അവനിലേക്ക് കൂടുതൽ ചേർന്ന് നിന്നു. ദേവൻ അവളുടെ അധരങ്ങളിൽ സ്വന്തമാക്കുമ്പോൾ ഇത്രയും നാൾ അനുഭവിച്ച മുഴുവൻ വിരഹവും പ്രണയമായി മാറുകയാണ് ഇരുവരും തിരിച്ചറിഞ്ഞു. മുറിയിലെ തണുത്ത കാറ്റിൽ വിളക്കിൻ്റെ നാളം പതുക്കെ ആടിയുലഞ്ഞു. മിത്രയുടെ വസ്ത്രങ്ങൾക്കിടയിലൂടെ അവൻ്റെ കൈകൾ പടരുമ്പോൾ അവൾ അവനെ കൂടുതൽ ആവേശത്തോടെ പുണർന്നു. അവരുടെ നിശ്വാസങ്ങൾ ഒന്നായി മാറി. സ്നേഹത്തിൻ്റെ, പ്രണയത്തിൻ്റെ, അടങ്ങാത്ത വാശിയുടെ ഒടുവിൽ അവർ പൂർണ്ണമായി ഒന്നാവുകയായിരുന്നു. രാത്രിയുടെ യാമങ്ങൾ കൊഴിഞ്ഞു വീഴുമ്പോഴും ദേവൻ്റെ നെഞ്ചിൽ തലവെച്ച് അവൻ്റെ കൈകൾക്കുള്ളിൽ സുരക്ഷിതമായി കിടക്കുമ്പോൾ മിത്രയുടെ ചുണ്ടിൽ ഒരു പൂർണ്ണതയുടെ പുഞ്ചിരി ഉണ്ടായിരുന്നു. തൻ്റെ വാശിയും ദേഷ്യവും എല്ലാം തോറ്റുകൊടുത്തത് അവൻ്റെ അളവറ്റ പ്രണയത്തിന് മുന്നിലാണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് അവൾ അവൻ്റെ മാറിലേക്ക് ഒന്നുകൂടി ചേർന്ന് കിടന്നു. അവസാനിച്ചു. സൂര്യകാന്തി. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. കോൺട്രാക്റ്റ് വൈഫ് എന്ന സ്റ്റോറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർ ദയവ് ചെയ്ത് അത് പ്രതിലിപിയിൽ വായിക്കാൻ ശ്രമിക്കണം. ഞാൻ പിന്നെയും ആവർത്തിക്കുന്നു, ചാനൽ ഡൗൺ ആയതുകൊണ്ട് മാത്രമാണ് ആ സ്റ്റോറി ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് അവസാനിപ്പിച്ചത്. ഒരുപാട് പേര് ആ സ്റ്റോറിക്ക് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ പ്രതീക്ഷിച്ചത്ര ഒരു വ്യൂസ് ആ ഒരു സ്റ്റോറിക്ക് കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് ഞാനത് സ്റ്റോപ്പ് ചെയ്തത്. കംപ്ലീറ്റഡ് സ്റ്റോറി പ്രതിലിപിയിൽ സൂര്യകാന്തി പെണ്ണ് സൂര്യകാന്തി എന്നെൻ്റെ അക്കൗണ്ടിൽ കിടപ്പുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് അതിൽ കയറി വായിക്കാവുന്നതാണ്. താങ്ക് യു.